ബലപ്പെടുത്തുന്ന അല്ലെങ്കിൽ അവരെ ഉറപ്പിക്കുന്ന ഒരു വചനമാണ്. അവർ ആടി ഉലയുന്ന പ്രതിസന്ധി, തകർന്നു പോകുമെന്ന് ചിന്തിക്കുന്ന പ്രതിസന്ധി, പിറുപിറുക്കുന്ന സാഹചര്യം, അവർ ചോദിക്കും, അവിടെ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടാണോ നീ ഞങ്ങളെ ഈ മരുഭൂമിക്കകത്ത് കൊണ്ടുവന്നിട്ടേ മോസസേ? ഹല്ലേലൂയ. ഈ സാഹചര്യത്തിനകത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന പ്രതിസന്ധിക്കകത്ത് മോശയോട് യഹോവ സംസാരിക്കുകയാണ്. നീ ജനത്തോട് പറ മോശേ, ധൈര്യത്തോടെ നിൽക്ക്. മോശേ അവരോട് പറ, ഉറച്ചു നിൽപ്പാൻ പറ. ഇന്ന് യഹോവ അവർക്ക് ചെയ്യുവാൻ ഇരിക്കുന്ന രക്ഷ കാണാൻ റെഡിയാകാൻ. ഇന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, ദൈവം നിനക്ക് കാണാൻ, ദൈവം നിനക്ക് വെളിപ്പെടുത്തുവാൻ ഇരിക്കുന്ന, ദൈവം നിനക്ക് പ്രവർത്തിക്കുവാൻ ഇരിക്കുന്ന ആ രക്ഷയെയോ ആ വിടുതലിനെയോ കാണുവാൻ നിങ്ങളുടെ കണ്ണുകളെ തുറക്കട്ടെ, നിങ്ങളുടെ കണ്ണുകളെ തുറക്കട്ടെ. അത് കാണുവാൻ കഴിയാതെ മരുഭൂമി സമമായ പ്രശ്നത്തിനകത്തിട്ട്, മരുഭൂമി സമമായ പ്രതികൂലത്തിനകത്തിട്ട് നിന്നെ കൊണ്ട് പിറുവിറുപ്പിക്കുന്ന, നിന്നെ കൊണ്ട് സംശയിപ്പിക്കുന്ന, നിന്നെ കൊണ്ട് ഭയപ്പെടുത്തുന്ന ആ പ്രതികൂലത്തിന്റെ സാഹചര്യത്തിൽ ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം കൈമാറുന്നു. നിങ്ങൾ ഉറച്ചു നിൽപ്പി. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഉറച്ചു നിൽപ്പി. ഫെബ്രുവരി മാസം 1-ാം തീയതി സ്വർഗത്തിലെ ദൈവം കൈമാറുന്നു. ഉറച്ചു നിൽപ്പിൻ, ധൈര്യത്തോടെ ഇരിപ്പിൻ. നിനക്ക് വേണ്ടി കർത്താവിന് ഒരു രക്ഷ ചെയ്യാനുണ്ട്, നിനക്ക് വേണ്ടി ദൈവത്തിന് പ്രവർത്തിക്കാനുണ്ട്. മരുഭൂമിക്കകത്ത് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ദൈവത്തിന് മനസ്സുണ്ട്. നിങ്ങളെ അവിടെ നിന്ന് പുറപ്പെടുവിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് തരാമെന്ന് പറഞ്ഞ വാഗ്ദത്തത്തിനരികത്തേക്ക്, നിനക്ക് തരാമെന്ന് പറഞ്ഞ ആ വാഗ്ദത്തത്തിനരികത്തേക്ക് നിന്നെ എത്തിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നമ്മുടെ ജീവിത യാത്രയിൽ തകർന്നു പോകുന്ന സാഹചര്യം, വഴിയിൽ ഹല്ലേലൂയ അക്കരെ എത്തുമോ എന്ന് പോലും ചിന്തിക്കുന്ന സാഹചര്യം വരുമ്പോൾ, ഹല്ലേലൂയ നിന്റെ ജീവിതത്തെ പാതി വഴിയിൽ നശിപ്പിക്കുന്ന സാഹചര്യം വരുമ്പോൾ ആഴത്തിൽ വിശ്വസിക്കുക, ഒരു പ്രതികൂലത്തിനും എന്നെയോ എൻ്റെ വിശ്വാസ ജീവിതത്തെയോ തകർത്തു കളയാൻ പറ്റത്തില്ല. ഞാൻ ജീവിക്കുന്ന നിത്യതയ്ക്ക് വേണ്ടിയാ, ഞാൻ ആരാധിക്കുന്ന നിത്യതയ്ക്ക് വേണ്ടിയാ. ഞാൻ ഹല്ലേലൂയ ഇത് ഇറങ്ങി തിരിച്ചത്, ഈ സത്യം അറിഞ്ഞത്, ഈ ലോകത്തിലുള്ള എല്ലാത്തിനെക്കാട്ടിലും അപ്പുറമായി എനിക്കൊരു നിത്യതയുണ്ട്, എനിക്കൊരു നിത്യതയുണ്ട്. എനിക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു വാസസ്ഥലമുണ്ട്. അതിന്റെ നടുവിലൂടെ ഞാൻ പോകുമ്പോ അതിലേക്കുള്ള യാത്രയ്ക്കകത്ത്, എന്റെ ജീവിതത്തിന്റെ യാത്രയിൽ പിശാച് കൊണ്ടുവരുന്ന ഒരു പ്രതികൂലത്തിനു എന്നെ തകർക്കാൻ പറ്റത്തില്ല, എന്നെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. ദൈവം എനിക്ക് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തത്തിനരികെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നോക്കിക്കേ, വലിയ പ്രതീക്ഷയോടെയാ ഹല്ലേലൂയ ജനം വന്നത്. മോശ മുഖാന്തരം അവരെ അവിടുന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്നു. അന്നേരമല്ല ഫറവോന്റെ ഹൃദയത്തെ കഠിനമാക്കി. ഫറവോൻ ഇവരെ പിന്തുടർന്ന് വരികയാ. ജനം നോക്കുമ്പോൾ ഹല്ലേലൂയ ഇസ്രായേൽ മക്കളെ പിന്തുടർന്ന് ഹല്ലേലൂയ ഇവരുടെ അടുത്തെത്തി നിൽക്കുകയാ, അടുത്തെത്തി നിൽക്കുകയാ. ജനം കലഹിക്കാൻ തുടങ്ങി, ജനം പിറുപിറുക്കാൻ തുടങ്ങി. ഹല്ലേലൂയ ജനം മോശയ്ക്കെതിരെ സംസാരിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ അപ്പോൾ ഒരു ദൈവശബ്ദം, ഞാൻ വിളിച്ചിറക്കിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ, ഞാൻ നിന്നെ പുറപ്പെടുവിച്ച് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, നിനക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തത്തിനരികെ എത്തിക്കാനുള്ള ഉത്തരവാദിത്വം എൻ്റെ കർത്താവിനുണ്ട്. ഹല്ലേലൂയ എന്നെ ദൈവം വിളിച്ചിറക്കിയിട്ടുണ്ടെങ്കിൽ, എന്നെ ദൈവം നിർത്തിയിട്ടുണ്ടെങ്കിൽ, എന്നെ ദൈവം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, എന്നെ അക്കരെ എത്തിക്കാനുള്ള ഉത്തരവാദിത്വം, എന്നെ ശത്രുവിന്റെ കയ്യിൽ ഏൽപ്പിക്കാതെ അക്കരെ എത്തിക്കാനുള്ള ഉത്തരവാദിത്വം എൻ്റെ ദൈവത്തിനുണ്ടെന്ന് മനസ്സിലാകുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാ. പിടികിട്ടുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാ. പലപ്പോഴും തകർന്നു പോകുന്ന സാഹചര്യം വന്നപ്പോൾ ചോദിച്ചില്ലേ, കർത്താവേ ഈ പ്രതികൂലത്തിനകത്തു ഞാൻ താണു പോകുമോ, ഈ പ്രതിസന്ധിക്കകത്തു ഞാൻ വീണു പോകുമോ, ഈ പ്രതികൂലം എന്നെ മുക്കിക്കളയുമോ, ഈ യോർദാൻ എന്നെ മുക്കിക്കളയുമോ?
ഈ ചെങ്കടൽ എന്നെ മുക്കിക്കളയുമോ? ഹല്ലേലൂയ. ഒരു ചെങ്കടലിൽ നിന്നെ മുക്കിക്കളയത്തില്ല. കാരണം നിന്നെ അക്കരെ എത്തിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചിറക്കിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നീ ഹല്ലേലൂയ കഷ്ടത അനുഭവിച്ച സമയത്ത് നിന്ന്, നീ കഷ്ടത അനുഭവിച്ച ഇടത്തു നിന്ന്, അത് നിന്നെ ഞെരുക്കിയ ഇടത്തു നിന്ന് നിന്നെ പുറപ്പെടുവിച്ച് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിന്നെ അക്കരെ എത്തിക്കുന്ന ഉത്തരവാദിത്വം എൻ്റെ ദൈവത്തിനുള്ളതാണ്. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാനുള്ള ഉത്തരവാദിത്വം എൻ്റെ ദൈവത്തിനുള്ളതാണ്. അതുകൊണ്ട് ഈ രാത്രി സ്വർഗത്തിലെ ദൈവം നിങ്ങളോട് ആത്മാവിൽ കൈമാറുന്നു. നിങ്ങൾ ഉറച്ചു നിൽക്ക, നിങ്ങൾ ഉറച്ചു നിൽക്ക, നിങ്ങൾ ഉറച്ചു നിൽക്ക. ചില പ്രാർത്ഥനാ വിഷയങ്ങളെ, ചില പ്രതികൂലങ്ങളെ കണ്ട് മറുപടി ലഭിക്കാതെ ധൈര്യമില്ലാതെ ഇരിക്കുന്ന ആരൊക്കെയോ രാജ്യാന്റെ പരിശുദ്ധാത്മാവനോട് പ്രവചിക്കാൻ പറയുന്നു. ചില മേഖലകളിൽ ധൈര്യം ചോർന്നു പോകുന്നത് പോലെ, ജീവിതത്തിന്റെ ചില സാഹചര്യങ്ങളിൽ ധൈര്യം ചോർന്നു പോകുന്നത് പോലെ, ചിലപ്പോ ഒറ്റയ്ക്കായതുപോലെ ധൈര്യം ചോരുന്ന അവസ്ഥയെ സ്വർഗത്തിലെ ദൈവം ഇന്ന് കൈമാറുന്നു. ഉറച്ചു നിൽപ്പി, ഉറച്ചു നിൽപ്പി. ദൈവം ഇന്ന് നിനക്ക് വേണ്ടി ചെയ്യുവാനുള്ള രക്ഷ കണ്ടുകൊള്ളി. നിങ്ങൾ ഉറച്ചങ്ങോട്ട് നിന്നാ മതി. ഹല്ലേലൂയ. ധൈര്യമായിട്ട് നിങ്ങൾ ഉറച്ചു നിന്നാൽ ഹല്ലേലൂയ യഹോവ നമുക്ക് വേണ്ടി ചെയ്യാനിരിക്കുന്ന രക്ഷ നമ്മൾ കാണും. ആമേൻ. മരുഭൂമി കിടന്ന് കൂട്ടയടി അടിച്ചല്ല പ്രശ്നം ഉണ്ടാക്കി ആകപ്പാടെ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. ഇസ്രായേൽ ജനമേ, ഹല്ലേലൂയ, എത്ര ശത്രുവിന്റെ സൈന്യം നിന്റെ പുറകെ ഓടി വന്നാലും, എത്ര ശത്രുവിന്റെ സൈന്യം നിനക്കെതിരെ വന്നാലും നിന്നെ അക്കരെ എത്തിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ ഉത്തരവാദിത്വത്തിനകത്ത കാര്യമാണ്. ഇന്ന് ഞാൻ ആത്മാവിൽ നിങ്ങളോട് വിളിച്ചു പറയാം, ഹല്ലേലൂയ, നീ ഭയപ്പെടാതെ ഉറച്ചു നിന്നാൽ യഹോവ നിനക്ക് ചെയ്യുവാനിരിക്കുന്ന ചില കാര്യങ്ങളെ ഈ ഫെബ്രുവരി മാസം നിങ്ങൾ കാണൂ. എത്ര പേർ ഈ ദൂതിനെ ഏറ്റെടുക്കുന്നുണ്ട്? എത്ര പേർക്ക് ഈ ദൂതിനെ ഏറ്റെടുക്കാൻ സാധിക്കോ? കരമടിച്ച് അല്പ മിനിറ്റുകൾ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. നീ ധൈര്യത്തോടെ നിൽക്കാൻ തുടങ്ങുന്നെങ്കിൽ, നീ ധൈര്യത്തോടെ നിൽക്കാൻ തയ്യാറാണെങ്കിൽ ഈ ഫെബ്രുവരി മാസം 1-ാം തീയതി രാത്രി ഞാൻ നിങ്ങളോട് ആത്മാവിൽ വിളിച്ചു പറയുകയാ, അടുത്ത 30 ദിവസത്തിനകത്ത് ദൈവം നിനക്ക് വേണ്ടി ചെയ്യാനിരിക്കുന്ന രക്ഷയെയോ, ദൈവം നിനക്ക് വേണ്ടി ചെയ്യാനിരിക്കുന്ന ദൈവ പ്രവർത്തികളെയോ നിന്റെ കൂടാരത്തിനകത്ത് കാണുന്ന സമയമാണ്. നിന്റെ വ്യക്തിപരമായ ജീവിതത്തിനകത്ത് കാണുന്ന സമയമാണ്. നിന്റെ ജോലിക്കകത്ത് നീ കാണുന്ന സമയം, നിന്റെ എല്ലാ മേഖല, നീ ഏതു മേഖലകളിലാണോ ഉറച്ചു നിൽക്കുവാൻ കഴിയാതെ ഇരിക്കുന്നത്, ഏത് മേഖലകളാണോ നിന്നെ ഭയപ്പെടുത്തുന്നത്, ഏത് മേഖലയാണോ നിന്നെ ധൈര്യത്തെ ചോർത്തിക്കളയുന്നത്, ഇന്ന് സ്വർഗത്തിലെ ദൈവം കൈമാറുന്നു. ആ മേഖല ദൈവം ഈ ഫെബ്രുവരി മാസം 1-ാം തീയതി നിങ്ങളെ ഉറച്ചു നിർത്തുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അല്പ മിനിറ്റുകൾ കരമടിച്ച് കർത്താവിന് ഒരു നല്ല മഹത്വം കൊടുത്തു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഹല്ലേലൂയ. ഉറച്ചു നിൽക്കാൻ പറ്റുന്നില്ല. കാരണം തിരിഞ്ഞു നോക്കിയപ്പോ ശത്രുവിന്റെ സൈന്യം അടുത്തെത്തി. പക്ഷെ അവിടുന്ന് പുറപ്പെടുവിച്ച് കൊണ്ടുവന്ന യഹോവ നിങ്ങളോട് സംസാരിക്കുകയാണ്, ഉറച്ചു നിന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നീ ഉറച്ചു നില്ല, നീ ഉറച്ചു നിൽക്ക, നീ ഉറച്ചു നിൽക്ക. ഹല്ലേലൂയ. കർത്താവ് നിനക്ക് വേണ്ടി ചെയ്യാനിരിക്കുന്നത് കാണാൻ നീ റെഡിയാക. ഈ പദം ചിലരുടെയൊക്കെ പേര് വിളിച്ച് എനിക്ക് പറയണമെന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നിനക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, എന്തൊക്കെയോ നിനക്ക് വേണ്ടി ചെയ്യാൻ ആഗ്രഹിക്കുന്നു, എങ്ങനെയൊക്കെയോ നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ അധ്യായം വായിക്കുമ്പോൾ ഹല്ലേലൂയ, അവർക്ക് വേണ്ടി ദൈവം അവർക്ക് വേണ്ടി ഇത്ര
ഇത്രയും പറഞ്ഞിട്ട് ഇവർക്ക് വേണ്ടി എന്തൊക്കെ വൻ കാര്യങ്ങളാ ചെയ്തത്, എന്തൊക്കെ വലിയ പ്രവർത്തികളാ ചെയ്തത്. അതിന്റെ 20 മുതൽ താഴേക്ക് നിങ്ങൾ വീട്ടിൽ ചെന്ന് നിങ്ങൾ വായിക്കണമേ. ഇതിന്റെ 20 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ ഏതെല്ലാം രീതിയിലാണെന്നറിയാമോ അവരെ കർത്താവ് കരുതിയത്, അവരെ ദൈവം കരുതിയത്. അങ്ങനെയെങ്കിൽ ഞാൻ പറയാം, നമ്മളോട് ഉറച്ചു നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ധൈര്യത്തോടെ ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഏത് സാഹചര്യത്തിനകത്തു ഇറങ്ങി വന്ന് നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുവാ, ഏത് പ്രതികൂലത്തിനകത്തും ഇറങ്ങി വന്ന് നിനക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുവാ യഹോവയ്ക്ക് കഴിയോ. അതുകൊണ്ട് വചനം പറയുന്ന യഹോവയ്ക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? കൊച്ചുകൾ ആന്റി സ്വീകരിച്ച യഹോവയ്ക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ഗോള്ളി മോളെ സ്വീകരിക്കുക, യഹോവയ്ക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഇസ്രായേൽ ജനവും കടന്നു പോകുമ്പോ അവർക്ക് വേണ്ടി ദൈവം ഇറങ്ങി വരികയാ. ഏതെല്ലാം രീതിയിൽ അവരെ രക്ഷിക്കാൻ പറ്റുമോ, ഏതെല്ലാം രീതിയിൽ അവർക്ക് കരുതാൻ പറ്റുമോ, ഞാൻ അങ്ങനെ ഓടിച്ചിട്ട് വായിക്കാം. രാത്രി മുഴുവനോ മിസ്രൈമ്യരുടെ സൈന്യമോ ഇസ്രായേലിയരുടെ സൈന്യവും തമ്മിൽ അടുക്കാതെ വണ്ണം അത് അവയുടെ മധ്യേ നിന്നു. അവർക്ക് മേഘവോ അന്ധകാരവുമായിരുന്നു, ഇവർക്കോ രാത്രിയെ പ്രകാശിപ്പിച്ചു കൊടുത്തു. രാത്രിയെ പോലും നിനക്ക് വേണ്ടി പ്രകാശിപ്പിക്കുവാൻ, രാത്രിയെ പോലും നിനക്ക് വേണ്ടി പകലാക്കുവാൻ, രാത്രി പോലും നിനക്ക് വേണ്ടി വെളിച്ചം തരുവാൻ പ്രാപ്തനായ, വെളിച്ചം തരുവാൻ കഴിവുള്ള അഖിലാണ്ടത്തിന്റെ ഉടയവനായ കർത്താവ് ഇന്ന് രാത്രി യഹോവയായ ദൈവം പറയുന്നു, നിങ്ങൾ ഉറച്ചു നിൽപ്പിൻ. നോക്കിക്കേ, എത്ര വലിയ പ്രവൃത്തി അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്ത്, രാത്രിയെ പകലാക്കി കൊടുത്തെന്ന്, രാത്രിയെ വെളിച്ചമാക്കി കൊടുത്തെന്ന്. നോക്കിക്കേ, ഉറച്ചു നിൽക്കാൻ പറഞ്ഞത് വെറുതെയാണോ ദൈവമക്കളെ? ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞത് വെറുതെയാണോ? നിന്നോട് എന്തെങ്കിലും തമ്പുരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്നെ കരുതാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്റെ തലമുറയെ കരുതാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്റെ തലമുറയ്ക്ക് വേണ്ടി വഴി തുറക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്റെ മിനിസ്ട്രിക്ക് വേണ്ടി വഴി തുറക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം അതിന്റെ കാര്യം നോക്കും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൂത് നിങ്ങൾ വിട്ടുകളയരുത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നി, സൈന്യങ്ങൾ തമ്മിൽ അടുക്കാതെ വണ്ണം അവരുടെ മധ്യേ വന്നെന്ന്. അവർക്ക് ആ മേഘവും അന്ധകാരവും ശത്രുവിന്റെ സൈന്യത്തിന് മേഘം അന്ധകാരമാണെന്ന്. പക്ഷെ നിനക്കോ രാത്രി പകലുപോലെ പ്രകാശിപ്പിക്കുന്ന, നിനക്ക് വേണ്ടി രാത്രിയെ പകലുപോലെ പ്രകാശിപ്പിക്കുന്ന ആ ദൈവത്തിന്റെ സാന്നിധ്യം എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? ആ ദൈവത്തിന്റെ കരുതൽ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? ചില കുടുംബങ്ങൾക്ക് വേണ്ടി അങ്ങനെയുള്ള കരുതലുകൾ വെളിപ്പെടുന്നു. ചില വിഷയങ്ങൾക്ക് വേണ്ടി അങ്ങനെയുള്ള കരുതലുകൾ യേശുവിന്റെ നാമത്തിൽ. നിന്നെ പിന്തുടരാൻ വരുന്ന ശത്രുവില്ലേ, ആ ശത്രുവിന് നിന്നെ കാണാതെ വണ്ണം പകല് അവർക്ക് ഇരുട്ടാക്കിയെന്ന്. ഇതാ രാത്രിയിലെ ഭയത്തെയും പകൽ വചനം എഴുതി വെച്ചിരിക്കുകയാ, പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയോ കരമടിക്കാമെങ്കിൽ കരമടിച്ചോ. ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. നിന്റെ വശത്ത് 1000 പേര്, നിന്റെ വലത് വശത്ത് 10,000 പേര് വീഴൂ, പക്ഷെ നിന്റെ കാര്യത്തിനകത്ത് തമ്പുരാന്റെ കരം ഇറങ്ങി പ്രവർത്തിക്കൂ. നീ രാത്രിയിലെ ഭയത്തെ ഭയപ്പെടണ്ട, പകൽ പറക്കുന്ന അസ്ത്രത്തെ നീ പേടിക്കണ്ട, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെ നീ ഭയപ്പെടണ്ട, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെ നോക്കി നീ ഭയപ്പെടരുത്. നിന്റെ ജീവിതത്തിന്റെ യാത്ര ഇതെല്ലാം നിന്റെ മുന്നിൽ വന്ന് നിന്നാലും നിന്നെ നടത്തുന്ന ഒരു ദൈവത്തിന്റെ കരം,
നിന്നെ പരിപാലിക്കുന്ന ഒരു ദൈവത്തിന്റെ കരം. ഹല്ലേലൂയ. അന്ധകാരം ഇവർക്കോ രാത്രിയും പ്രകാശമായി. മോശ കടലിന്മേൽ കൈ നീട്ടി. യഹോവ അന്ന് രാത്രി മുഴുവൻ മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ച് ഉണങ്ങിയ നിലമാക്കി. അങ്ങനെ വെള്ളം തമ്മിൽ വേർപിരിഞ്ഞു. ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടി നടന്നുപോയി. ഹല്ലേലൂയ. ഇതൊക്കെ ഞാൻ നിങ്ങളോട് പലതവണ പ്രസംഗിച്ചിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വായിച്ചു വിടുന്നത്. ഹല്ലേലൂയ. അടുത്ത പദം എഴുതിയിരിക്കുന്നേ, ഹല്ലേലൂയ, അവരുടെ ഇടത്തും വലത്തും ഹല്ലേലൂയ നടന്നുപോയി. അവരുടെ ഇടത്തും വലത്തും വെള്ളം മതിൽ പോലെ നിന്നു. മിസ്രയീമ്യരുടെ പിന്തുടർന്നു വരുന്നു. ഫറവോന്റെ കുതിരയും രഥങ്ങളും കുതിരപ്പടയും എല്ലാം അവരുടെ പിന്നാലെ ഹല്ലേലൂയ കടലിന്റെ നടുവിലേക്ക് ചെന്നു. പ്രഭാത യാമത്തിൽ യഹോവ അഗ്നിമേഘ സമ്പത്തിൽ നിന്ന് മിസ്രയീം സൈന്യത്തെ നോക്കി. മിസ്രയീമ്യ സൈന്യങ്ങളുടെ താറുമാറാക്കി അവരുടെ രഥചക്രങ്ങളെ തെറ്റിച്ച് ഓട്ടം പ്രയാസമാക്കിയെന്ന്. നിനക്കെതിരെ ഓടി വരുന്ന ശത്രുവിന്റെ സൈന്യത്തെ, നിനക്കെതിരെ ഓടി വരുന്ന പ്രയാസത്തെ, നിനക്കെതിരെ ഓടി വരുന്ന പ്രതിസന്ധിയെ ഹല്ലേലൂയ യഹോവ നോക്കുന്നൊരു സമയം, യഹോവ നോക്കുന്നൊരു സമയം, യഹോവ കാണുന്നൊരു സമയം. യഹോവ നോക്കിയ ശത്രുവിന്റെ സൈന്യത്തിന്റെ രഥചക്രങ്ങളുടെ ഓട്ടത്തെ പ്രയാസമാക്കി. ഹല്ലേലൂയ. ഇത് ചെയ്യുന്നത് കൊണ്ടാ പറഞ്ഞത്, ഇങ്ങനെ ഞാൻ നിങ്ങളെ പുറപ്പെടുവിക്കാൻ ശക്തനായ യഹോവയായത് കൊണ്ടാ പറഞ്ഞത്. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കെ. മരുഭൂമിക്കകത്ത് ഹല്ലേലൂയ തകർന്നു പോകത്തില്ല. നിങ്ങൾ ധൈര്യമായി നിൽക്ക്. ദൈവം നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യും. ദൈവം നിങ്ങൾക്ക് വേണ്ടി വലിയ പ്രവർത്തികൾ അയക്കും. ഹല്ലേലൂയ. കാരണം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന. ഹല്ലേലൂയ. ആ പാരഗ്രാഫ് താഴേക്ക് വായിച്ചു വന്നിരിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു, യഹോവ അവർക്ക് വേണ്ടി മിസ്രയീമ്യരോട് യുദ്ധം ചെയ്യുന്നു എന്ന് പറഞ്ഞു. നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു യഹോവ, ആർക്കൊക്കെയോ വേണ്ടി ചില യുദ്ധങ്ങൾ ചെയ്യുവാൻ യഹോവ ഇന്ന് രാത്രി ഇറങ്ങുകയാ. ഹല്ലേലൂയ. നീ യുദ്ധം ചെയ്യാൻ നിൽക്കണ്ട, നീ വായിക്കുവാ പറയാൻ നിൽക്കണ്ട, നീ കൈകൊണ്ട് പ്രവർത്തിക്കാൻ നിൽക്കണ്ട, നീ ഒരിടത്തും നോക്കണ്ട. നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ യഹോവ ഇറങ്ങുന്നൊരു സമയം. വായിച്ച കുറിവാക്യം അങ്ങനെ തന്നെ പറയുന്നു. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതെ ഇരിപ്പീൻ. ഹല്ലേലൂയ. ചില സാഹചര്യത്തിൽ മിണ്ടാതെ ഇരിക്കുക, ചില സാഹചര്യത്തിൽ മിണ്ടാതെ ഇരിക്കുക. വചനം പറഞ്ഞു, മിണ്ടാതെ ഇരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളു. നീ മിണ്ടാതെ ഇരുന്നാ മതി. സുനി വർഗീസ് ആന്റി മിണ്ടാതെ ഇരുന്നാ മതി. മിണ്ടാതെ മൗനമായിരുന്ന് പ്രാർത്ഥനാ മുറിക്കകത്ത് ആരും കാണാതെ ഒഴുക്കുന്ന കണ്ണുനീരില്ലേ, ആരും കാണാതെ കരയുന്ന ആ നിലവിളിയില്ലേ, അത് കാണുന്ന ഒരു ദൈവം. ആന്റി യുദ്ധം ചെയ്യാൻ ഇറങ്ങുന്ന ഒരു സമയം, യുദ്ധം ചെയ്യാൻ ഇറങ്ങുന്ന ഒരു സമയം. പിന്തുടരൂ. പിടിക്കുമെന്ന് പറഞ്ഞു വരുന്ന ശത്രുവിന്റെ മുന്നിൽ യഹോവ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യൂ. ഞാൻ ഒരുപക്ഷെ 1-2 പേരുടെ പേരുകൾ പറഞ്ഞാലോ, നിങ്ങൾ ദൂതുകൾ വിട്ടുകളയരുത്, നിങ്ങൾ വചനത്തെ വിട്ടുകളയരുത്. അത് എന്നോടുള്ളതാണെന്ന് പറഞ്ഞ് ഏറ്റെടുത്തു. ദൈവം നിങ്ങൾക്ക് വേണ്ടി ചില മേഖലകൾ യുദ്ധം ചെയ്യാൻ ഇറങ്ങുകയാ. ഇന്ന് രാത്രി പരിശുദ്ധാത്മ പ്രവചിക്കുന്നു, ആർക്കൊക്കെയോ വേണ്ടി ചില മേഖലകളിൽ യുദ്ധം ചെയ്യാൻ യഹോവ ഇറങ്ങുന്നു. യഹോവ ഇറങ്ങുന്നു. നീ മൗനമായിരിക്കുക. ചില മേഖലകളിൽ നീ മൗനമായിരിക്കുക, ചില മേഖലകളിൽ നീ മൗനമായിരിക്കുക. ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങും. പക്ഷെ പലപ്പോഴും യഹോവ ഇറങ്ങുന്നതിന് മുന്നേ നമ്മൾ അങ്ങ് ഇറങ്ങും. ആമേൻ. ആരും എന്നോട് പിണങ്ങരുതേ. നമ്മൾ സ്വയമായി ഇറങ്ങി മാനുഷികമായ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും, മാനുഷികമായതൊക്കെ നമ്മൾ ചെയ്യും. പക്ഷെ ഇന്ന് ഞാൻ ഒത്തിരി ആത്മാർത്ഥതയോടെ പറയുന്നു, നിങ്ങൾ മൗനമായിരിക്കുക, മൗനമായിരിക്കുക. കുഞ്ഞോളാറ്റി ഹല്ലേലൂയ. മൗനമായിരിക്കുക,
മൗനമായിരിക്കുക. കണ്ണുനീര് കാണുന്ന ഒരു ദൈവമുണ്ട്, നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. നാട്ടുകാരും വീട്ടുകാരും ചർച്ചക്കാരും പലരും ചേർന്ന് തള്ളിയ വിഷയത്തിനകത്ത് മൗനമായിരിക്കുക. പരിശുദ്ധാത്മാവനോട് പറയുന്നു, പാർക്കുന്ന പട്ടണത്തിനകത്ത് മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്നറിയത്തക്ക നിലയിൽ ദൈവത്തിന്റെ പ്രവൃത്തി വേഗത്തിൽ നടക്കുമെന്ന്. തലകുനിച്ച മേഖലകളുണ്ട്, നിന്ദിക്കപ്പെട്ട മേഖലകളുണ്ട്, അപമാനിക്കപ്പെട്ട മേഖലകൾ സ്വർഗത്തിലെ ദൈവം ഇന്ന് കൈമാറുന്നേ. ആ മേഖലകളിൽ നീ മൗനമായിരുന്നു പാവിരിക്കുക, മൗനമായി നീ മുട്ടേലിരിക്കുക. നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ഒരു കർത്താവ്. സ്വർഗത്തിലെ ദൈവം പലരോട് ഇതിനകത്തിരിക്കുന്ന പലരോട് ഇന്ന് രാത്രി കൈമാറുകയാ. നിനക്ക് വേണ്ടി സംസാരിക്കുവാൻ യഹോവ ഇറങ്ങുന്ന സമയമാ. നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ യഹോവ ഇറങ്ങുന്ന സമയമാ. സുജാന്റി പ്രാർത്ഥിച്ചോ, ചില മേഖലകളിൽ യുദ്ധം ചെയ്യുവാൻ ദൈവം ഇറങ്ങുമെന്നേ. യഹോവ ഇറങ്ങോ. ആ വിഷയത്തിനകത്ത് ധൈര്യം ചോർന്നു പോയോ? ആ വിഷയത്തിനകത്ത് ഭാരപ്പെടുകയാണോ? ഞാൻ എന്താ ചെയ്യണ്ടേ, ഞാൻ എന്ത് തീരുമാനം എടുക്കണമെന്നറിയാതെ ആന്റി പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് യുദ്ധം ചെയ്യുവാൻ യഹോവ ഇറങ്ങൂ, യഹോവ ഇറങ്ങൂ. ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കർത്താവിന്റെ കരം. ഹല്ലേലൂയ. പുറകെ നിൽക്കുന്ന സൈന്യത്തെ നോക്കിയാണോ പിറുപിറുത്തത്? പുറകെ നിൽക്കുന്ന ശത്രുവിനെ നോക്കിയാണോ പിറുപിറുത്തത്? ഹല്ലേലൂയ. പ്രാർത്ഥിക്ക്, നീ ദൈവസന്നിധി മുട്ടുമടക്ക്. നിനക്ക് വേണ്ടി ആര് യുദ്ധം ചെയ്യാനില്ലെങ്കിലോ യഹോവ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യൂ. യഹോവ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യൂ. നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ ഹല്ലേലൂയ നാട്ടുകാരില്ല, വീട്ടുകാരില്ല, ചാർച്ചക്കാരില്ല, അവരാരും വേണ്ടെന്നേ. നിനക്കൊരു പ്രാർത്ഥനാ മുറി ഉണ്ടെങ്കിൽ, നിനക്ക് മുട്ടുമടക്കാൻ ഒരു പായുണ്ടെങ്കിൽ, നിന്റെ സങ്കടം പകരാൻ ഒരു ദൈവസന്നിധി നിനക്കുണ്ടെങ്കിൽ, നിനക്ക് വേണ്ടി ഇറങ്ങുന്ന ദൈവത്തിന്റെ കരം. ഞാൻ കാണുന്നു ചിലരുടെ പ്രാർത്ഥനാ മുറിക്കകത്തേക്ക് ആ കർത്താവിന്റെ കരം ഇറങ്ങി വരികയാ. യേശുവിന്റെ നാമത്തിൽ ജോബിനെ സ്വീകരിച്ചോ. ഹല്ലേലൂയ. കർത്താവിന്റെ കരം ഭയങ്കരമായി ഇറങ്ങി വരുന്നു. ചില വിഷയത്തിനകത്ത് ഭയങ്കരമായി ഈ മാസം ചില വിടുതലിന്റെ മാസങ്ങളാണ്. ഈ മാസം ചില വിടുതലിന്റെ മാസങ്ങളാണ്. ഹല്ലേലൂയ. കർത്താവിന്റെ കരം ഇറങ്ങി വരികയാ. ആ രാജ്യത്തിനകത്ത് യഹോവ നിങ്ങൾക്ക് വേണ്ടി, ആ രാജ്യത്തിനകത്ത് യഹോവ നിങ്ങൾക്ക് വേണ്ടി. ആരും യുദ്ധം ചെയ്യാൻ വരാത്ത മേഖലകളിൽ, ആരും യുദ്ധം ചെയ്യാൻ വരാത്ത സാഹചര്യത്തിൽ, ആരും കൂടെ നിൽക്കാൻ ധൈര്യം കാണിക്കാത്ത മേഖലകളിൽ നിനക്ക് വേണ്ടി യഹോവ ഇറങ്ങും. പരിശുദ്ധാത്മാ പ്രവചിക്കുന്നു. ആർക്കും ഇറങ്ങാൻ പറ്റാത്ത ചില മേഖലകളിൽ, ആർക്കും സഹായിക്കാൻ പറ്റാത്ത മേഖലകളിൽ കർത്താവിന്റെ കരം ഇറങ്ങുമെന്നത് പരിശുദ്ധ ആത്മാവ് ആലോചന കൈമാറി ഒന്നുകൂടെ ഉറപ്പിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. കർത്താവിന്റെ കരം ഇറങ്ങുന്നത് ആത്മാവിൽ എത്ര പേർക്ക് കാണാൻ കഴിയുന്നുണ്ട്? നിങ്ങൾ അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ യഹോവ ഇറങ്ങുന്നത്, നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നമില്ലേ, അനുഭവിക്കുന്ന പ്രതികൂലമില്ലേ, മുന്നോട്ട് പോകാൻ കഴിയാതെ, മുന്നോട്ട് പോകാൻ കഴിയാതെ, ചെങ്കടൽ പോലെ ഉള്ള പ്രശ്നം നിന്റെ മുന്നിലുണ്ടെങ്കിൽ ഇന്ന് സ്വർഗത്തിലെ ദൈവം കൈമാറുകയാ. അതിന്റെ നടുവിൽ യഹോവ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങുകയാ. അതിന്റെ നടുവിൽ യഹോവ നിങ്ങൾക്ക് വേണ്ടി. ഹല്ലേലൂയ. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക, മൗനമായിരുന്ന് പ്രാർത്ഥിക്കണം. ചെങ്കടൽ മുന്നിൽ വരുമ്പോൾ പിറുപിറുക്കുകയല്ല, പ്രതിസന്ധി മുന്നിൽ നിൽക്കുമ്പോൾ പിറുപിറുക്കുകയല്ല. ഹല്ലേലൂയ. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ചെങ്കടലിനെ പോലും നാഷണൽ ഹൈവേ ആക്കി തരാൻ പ്രാപ്തിയുള്ളൊരു കർത്താവിനെ ഞാൻ നിങ്ങളും ആരാധിക്കുന്നത്. ആ ദൈവം ഇന്നും ജീവിക്കുന്നു, ആ ദൈവം ഇന്നും ജീവിക്കുന്നു. അതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട്, എനിക്ക് വേണ്ടി ഇന്നും മറുപടി തരാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന്. മരിച്ചു മൺമറഞ്ഞ ഒരു ദൈവത്തെയല്ല നമ്മൾ ആരാധിക്കുന്നത്, മരിച്ചടക്കം ചെയ്ത ഒരു ദൈവത്തെയല്ല നമ്മൾ ആരാധിക്കുന്നത്. ജീവനുള്ള ദൈവത്തെ, കല്ലറകൾക്ക് പിടിച്ചു വെക്കാൻ കഴിയാത്ത, മരണത്തിന് പിടിച്ചൊതുക്കാൻ കഴിയാത്ത, ഇന്നും ജീവിക്കുന്ന ദൈവത്തെയാ നമ്മൾ ഓരോരുത്തരും ഇന്ന് രാത്രി ആരാധിക്കുന്നത്. ആ
ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു കാര്യമില്ല. സ്മിതാൻറ്റി സ്വീകരിച്ചോ? യഹോവ യുദ്ധം ചെയ്യുമെന്നേ. ആരും യുദ്ധം ചെയ്യാൻ വന്നില്ലെങ്കിലും മൗനമായിരുന്നൊന്ന് പ്രാർത്ഥിക്കാൻ. എന്താ പദം പരിശുദ്ധാത്മാവ് പ്രവചിക്കുന്നു? മൗനമായിരിക്കുക. നിങ്ങളെല്ലാവരും ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ മൗനമായിരുന്ന് ചില മേഖലകളിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഈ ഫെബ്രുവരി മാസം നിങ്ങളുടെ വിടുതലിൻ്റെ മാസമാ. വിടുതലിൻ്റെ മാസമാ. ഞാൻ എപ്പോഴും എൻ്റെ പ്രസംഗത്തിൽ പറയുന്ന ഒരു ഭാഗമാ. ഹല്ലേലൂയ ഹന്ന മൗനമായിരുന്ന, ചുണ്ടനങ്ങിയതേ ഉള്ളു, പക്ഷെ വിടുതൽ വന്നില്ലേ. ആമേൻ. ചുണ്ടനങ്ങിയതേ ഉള്ളു. ഒരു പക്ഷേ കർത്താവേ എനിക്ക് കുഞ്ഞിനെ തായോ അങ്ങനെയൊക്കെ പറഞ്ഞു, എനിക്കറിയത്തില്ല. പക്ഷെ അവക്ക് വേണ്ടി ഹല്ലേലൂയ കർത്താവിൻ്റെ കരം പ്രവർത്തിച്ചെങ്കിൽ ഇന്ന് ഞാൻ ആത്മാവിൽ നിങ്ങളോട് വിളിച്ചു പറയാം. ഹല്ലേലൂയ മൗനമായിരിക്കാൻ തയ്യാറാണെങ്കിൽ യഹോവ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ഹല്ലേലൂയ. ഷാജിയാച്ചാ പ്രൈസ് ലോർഡ്. പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഒരു പദം പറയുന്നു. ചില മേഖലകളിൽ ധൈര്യം ചോർന്നു പോയ സാഹചര്യം, ഒറ്റയ്ക്കായെന്ന് തോന്നിയ ചില സാഹചര്യം, സ്വർഗത്തിലെ ദൈവം പറയുന്നു യഹോവ പ്രവർത്തിക്കും. പരിശുദ്ധാത്മാവനോട് പ്രവചിക്കാൻ പറയുന്നു. ഹല്ലേലൂയ. ഇതാ വഴിയിൽ നിന്നെ കാക്കേണ്ടതിന്, ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിനും ഞാൻ ഒരു ദൂതനെ നിന്റെ മുന്നിൽ അയക്കുന്നു. ആ പദം എന്തോ പരിശുദ്ധാത്മാ പറയുന്ന ചില ദൂതന്മാരെ മുൻപിൽ ദൈവം അയക്കുകയാ. ഇപ്പോൾ കടന്നു പോകുന്ന പ്രശ്നമില്ല, ഇപ്പോൾ കടന്നു പോകുന്ന പ്രതിസന്ധിയില്ലേ, ഇപ്പോൾ കടന്നു പോകുന്ന സ്ട്രഗിളിംഗ് ഇല്ലേ, ഹല്ലേലൂയ അതിൻ്റെ നടുവിലൂടെ നിങ്ങൾ സ്മൂത്തായിട്ട് പോകുന്ന ഒരു കാഴ്ച പരിശുദ്ധാത്മാവെന്നെ കാണിക്കുന്നു. ഹല്ലേലൂയ. മുന്നോട്ട് നോക്കിയപ്പോൾ കഴിഞ്ഞ മണിക്കൂർ വരെ, കഴിഞ്ഞ മിനിറ്റ് വരെ ഹല്ലേലൂയ ചെങ്കടല നിങ്ങൾ കണ്ടത്. ഇതിനക്കരെ എത്താൻ യാതൊരു സാധ്യതയുമില്ല, അക്കരെ കടക്കുവാൻ യാതൊരു സാധ്യതയുമില്ല. ഹല്ലേലൂയ. അതിൻ്റെ വാക്കുപോലും ചിന്തിക്കാൻ നമുക്ക് പറ്റത്തില്ല. പക്ഷെ നോക്കിക്കേ, ഹല്ലേലൂയ അവർക്ക് വേണ്ടി ദൈവം അതിനെ ചിറ പോലെ നിർത്തിയെന്ന്. എന്തോ വലിയ ഭയങ്കര കാര്യങ്ങളാ കർത്താവ് ചെയ്തതല്ലേ. എന്ത് വലിയ ഭയങ്കര കാര്യങ്ങളാ ദൈവം ചെയ്തത്. അങ്ങനെയെങ്കിൽ അങ്ങനൊന്ന് വിശ്വസിച്ചേ. ഹല്ലേലൂയ. അങ്ങനൊന്ന് വിശ്വസിക്കാച്ചാ. ഹല്ലേലൂയ. ഉറച്ചു നിൽക്ക്, ഉറച്ചു നിൽക്ക്. ഇപ്പൊ പോകുന്ന തകർച്ചയുടെ അനുഭവം, ഇപ്പൊ പോകുന്ന ക്രൈസിസിനകത്തു നിന്ന് ദൈവം ഈ ദിവസങ്ങളിൽ പുറത്തു കൊണ്ടുവരുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ രണ്ടാമത് വായിച്ച കുറിവാക്യം ഇങ്ങനെ പറയുന്നു. ഇതാ വഴിയിൽ നിന്നെ കാക്കേണ്ടതിന്, ഞാൻ നിയമിച്ചിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിന് ഞാൻ ഒരു ദൂതനെ നിന്റെ മുൻപിൽ അയച്ചിരിക്കുന്നു. നമ്മളോട് ധൈര്യത്തോടെ നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളെ ധൈര്യപ്പെടുത്തി നിൽക്കാൻ നമ്മളെ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് വഴി കാട്ടിയായ ഒരു ദൂതനെ, ഒരു ദൂതനെ അപ്പോയിന്റ് ചെയ്തിട്ടാ പറഞ്ഞത്. കുഞ്ഞേ നീ ആ പ്രതികൂലത്തിനകത്ത് ഭയപ്പെടരുത്, കുഞ്ഞേ നീ ആ പ്രതിസന്ധിക്കകത്ത് ഭയപ്പെടരുത്. നിനക്ക് വേണ്ടി വഴി കാണിച്ചു തരുവാൻ, നിന്നെ അക്കരത്തേക്ക് കൊണ്ടുപോകുവാൻ ഞാനൊരു ദൂതനെ നിനക്ക് മുന്നമേ അവിടെ അയച്ചിട്ടുണ്ട്. ഏത് മേഖലകളാണ് നീ ഭയം അനുഭവിക്കുന്നത്? ഒരു ഇന്റർവ്യൂവിന് ചെല്ലുമ്പോഴാണോ നീ ഭയം അനുഭവിക്കുന്നത്? അല്ല ഒരു എക്സാമിന് പോകുമ്പോഴാണോ നീ ഭയം അനുഭവിക്കുന്നത്? അല്ല നീ കുടുംബജീവിതത്തിനകത്താണോ ഭയം അനുഭവിക്കുന്നത്? സ്വർഗത്തിലെ ദൈവം ഇന്ന് കൈമാറുന്നു. നിനക്ക് മുന്നമേ ഞാൻ അവിടെ ഒരു ദൂതനെ നിയമിച്ചാക്കിയിരിക്കുന്നു. നമുക്ക് വേണ്ടി കർത്താവ് ഒരു ദൂതനെ ഒരുക്കി വെച്ചിട്ടാ എങ്ങനെ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകണം, എങ്ങനെ നമ്മളെ മുന്നോട്ട് നടത്തണം. ഹല്ലേലൂയ. ദൈവത്തിന് നന്നായി അറിയാം. ദൈവമക്കളെ ഞാൻ പറയട്ടെ, നമ്മുടെ ചിന്തയ്ക്ക് മുകളിൽ ഉയർന്നു നിൽക്കുന്ന, ഹല്ലേലൂയ, നമ്മുടെ ചിന്താമണ്ഡലങ്ങൾക്ക് മുകളിലാ ദൈവത്തിന്റെ ചിന്തകൾ. നീ ഇന്ന് എന്തായിരിക്കണം, നാളെ നീ എങ്ങനെ ആയിരിക്കണം, അല്ല നിന്റെ ആയുസ് തീരുന്നത് വരെ, നിന്റെ കണ്ണടയുന്നത് വരെ നീ എങ്ങനെ കടന്നു പോകണമെന്ന് ഹല്ലേലൂയ ദൈവത്തിന് നന്നായി അറിയാം. നീ ആ മേഖലകളിലൊന്നും ഭയപ്പെടാതെ ധൈര്യമായി നിന്ന് മൗനമായിരുന്ന് പ്രാർത്ഥിച്ചാൽ മതി കേട്ടോ. ഹല്ലേലൂയ. ഇതിന് നീ മെനക്കെടണം. ആമേൻ. മൗനമായിരിക്കണം, ഉറച്ചു നിൽക്കണം, ധൈര്യത്തോടെ ഇരിക്കണം. എന്നിട്ട് പറയണം, പിശാചേ നീ ഒരുക്കുന്ന ഒരു പദ്ധതിക്കും എന്നെ തകർക്കാൻ പറ്റത്തില്ല.
കാരണം ഞാൻ പുറത്തു വരുന്നൊരു സമയം, ഞാൻ പുറപ്പെട്ട് ഹാലേലൂയ ഞാൻ പുറത്തു വരുന്നൊരു സമയമുണ്ട്. ഇവിടെ പറയുകയാണ്, ഇതാ വഴിയിൽ ഞാൻ നിന്നെ കാക്കേണ്ടതിന്, ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിനും ഞാൻ ഒരു ദൂതനെ നിന്റെ മുൻപിൽ അയക്കുന്നു. നിന്റെ മുന്നിൽ ദൂതനെ അയക്കുകയാ. ഓ ഷാഖസതേരിയ. എത്ര പേർക്ക് ആ ഭാഗം പിടികിട്ടുന്നുണ്ട്? എത്ര പേര് അത് അങ്ങനെ അങ്ങ് സ്വീകരിക്കുന്നുണ്ട്? ഒന്ന് വിശ്വസിച്ചേ. നീ കടന്നു പോകുന്ന പ്രശ്നമില്ലേ, അല്ല നീ കടന്നു പോകുന്ന പ്രതികൂലമില്ലേ, നീ ഭയം അനുഭവിക്കുന്ന ആ വിഷയമില്ലേ, അതിന് മുന്നിൽ ഇന്നൊരു ദൂതൻ നിൽക്കുകയാ. ഓ ഈ പകൽ ഈ രാത്രി ഒരു ദൂതൻ അതിന്റെ മുന്നിൽ നിൽക്കുകയാ. ഈ പ്രശ്നത്തിനകത്ത് ശീവ സ്വീകരിച്ചോ? യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ആന്റി സ്വീകരിച്ചോ? ആ വിഷയത്തിനകത്ത് നിന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാ, നിന്റെ കൈ പിടിച്ച് നടത്തുവാ, നിന്നെ വഴി നടത്തുവാ ഒരു ദൂതൻ നിനക്ക് മുൻപായി. ഇത്ര പേർക്ക് അത് ദൂതൻ അങ്ങനെ അങ്ങ് സ്വീകരിക്കാൻ പറ്റും? നിനക്ക് മുന്നായി. നിങ്ങൾ അങ്ങനെ അങ്ങ് കാണണമേ. നിങ്ങളുടെ പ്രശ്നത്തിനകത്ത് നിങ്ങൾക്ക് മുന്നായി പോകുന്ന ഒരു ദൂതനെ, നിങ്ങളുടെ പ്രതികൂലത്തിനകത്ത് നിങ്ങൾക്ക് മുന്നമായി പോകുന്ന ഒരു ദൂതനെ. ഇവിടുത്തെ പദം എനിക്കിഷ്ടം. നീ അവനെ ശ്രദ്ധിച്ച് അവന്റെ വാക്ക് കേൾക്കണം, അവനോട് വിഘടിക്കരുത്. അവൻ നിങ്ങളുടെ അകൃത്യങ്ങളെ അതിക്രമങ്ങളെ ക്ഷമിക്കയില്ല. ഹല്ലേലൂയ. ദൂതൻ പറയുന്നത് നീ ശ്രദ്ധിച്ചു കേൾക്കണം, നീ അത് വിഘടിക്കരുത്. ഫസ്റ്റ് വാക്യത്തിൽ പറയുന്നു നീ മൗനമായിരിക്കുക. ഇവിടെ പറയുക, ദൂതൻ പറയുന്നത് നീ കേൾക്ക്. കാരണം ഇതിന്റെ രണ്ടിന്റെ അർത്ഥം, നിനക്ക് വേണ്ടി കരുതാൻ ഞാനുണ്ട്. നീ ദൂതൻ പറയുന്നത് പോലെ ചെയ്താൽ മതി. നീ ദൂതൻ പറയുന്നതിനനുസരിച്ച് മുന്നോട്ട് സ്റ്റെപ്പ് വെച്ചാൽ മതി. ഹല്ലേലൂയ. ദൈവം നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യും. ദൈവം നിങ്ങളുടെ വിഷയത്തിനകത്ത് വൻ കാര്യങ്ങൾ ചെയ്യും. ഒത്തിരി റിക്വസ്റ്റുകൾ ഹല്ലേലൂയ എനിക്കിതിനകത്ത് വരുന്നു. നിങ്ങളുടെ ആ വിഷയത്തിനകത്ത് ദൂതൻ മുന്നമേ നടക്കുന്നു. ഓ ഹല്ലേലൂയ. തോമസങ്ങളെ സ്വീകരിച്ച ദൂതൻ മുൻപേ നടക്കുന്നു. ചില വിഷയങ്ങൾക്കകത്ത്, ചില സാമ്പത്തിക വിഷയങ്ങൾക്കകത്ത്, ചില പ്രതികൂലത്തിനകത്ത്, ഹല്ലേലൂയ ഇപ്പോൾ കടന്നു പോകുന്ന ചില പ്രതിസന്ധിക്കകത്ത് ദൂതൻ മുന്നമേ നടക്കുക. ഈ ഫെബ്രുവരി മാസം ദൂതൻ ചില കാര്യങ്ങളെ ഹല്ലേലൂയ മുന്നമേ നടന്ന് ഈ ഫെബ്രുവരി മാസം അനുഗ്രഹമാകത്തക്ക നിലയിൽ ദൈവത്തിന്റെ ചില പദ്ധതികൾ വെളിപ്പെട്ടു വരുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് ധൈര്യമായി നിങ്ങൾ നിൽക്കണം, ഉറച്ചു നിൽക്കണം. ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ, യഹോവ നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ നിങ്ങൾ കണ്ടുകൊള്ളുവിൻ. അടുത്ത പദം, നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രൈമരെ ഇനി ഒരു നാളും കാണത്തില്ല. ഓ ഹല്ലേലൂയ. മനസ്സിലായെന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യാം. ഇന്നലെ വരെ നിന്റെ പുറകെ നടന്ന് നിന്നെ ബുദ്ധിമുട്ടിച്ച്, നിന്നെ ഞെരുക്കി, ഹല്ലേലൂയ നിന്നെ എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കാമോ അതുപോലെ എല്ലാം നിന്നെ ബുദ്ധിമുട്ടിച്ച ആ മിസ്രൈമിനെ ഇനി നീ ഒരു നാളും കാണത്തില്ല. ഇന്ന് രാത്രി ആരെയൊക്കെയോ കർത്താവ് ഉറപ്പിക്കുകയാ, ആരെയൊക്കെയോ ദൈവം ധൈര്യപ്പെടുത്തുകയാ. കാരണം അവനെ മുക്കിക്കളയാനുള്ള പദ്ധതി, അവനെ മുക്കിക്കളയാനുള്ള പ്ലാന് എൻ്റെ ദൈവത്തിന്റെ പദ്ധതിക്കകത്തുള്ളതാ. ഹല്ലേലൂയ. നിനക്കെതിരെ വരുന്ന ശത്രുവിന്റെ സൈന്യം നിന്നെ പിന്തുടരത്തില്ല, നിന്നെ പിടിക്കത്തില്ല, നിന്റെ കൊള്ള പങ്കിടത്തില്ല. ഹല്ലേലൂയ. നിന്നെ പരിപാലിക്കുക, നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുക യഹോവയുടെ കരമിറങ്ങുന്നു. കരപടിച്ച് 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 അല്പ മിനിറ്റുകൾ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാ. ഹല്ലേലൂയ. ഇന്ന് കണ്ട മിസ്രൈമിനെ, എന്നിട്ട് പറ, ഇന്ന് കണ്ട മിസ്രൈമിനെ ഞാൻ ഇനി കാണത്തില്ല, ഞാൻ ഇനി കാണത്തില്ല. കഴിഞ്ഞ മാസങ്ങളിൽ, കഴിഞ്ഞ വർഷങ്ങളിൽ എന്നെ ഭയപ്പെടുത്തിയ, എന്നെ പിടിക്കുമെന്ന് പറഞ്ഞ, എന്നെ പിന്തുടർന്ന, എന്റെ കൊള്ള പങ്കിടുമെന്ന് പറഞ്ഞ ഹല്ലേലൂയ ശത്രുവിന്റെ സൈന്യത്തെ ഞാൻ ഇനി കാണത്തില്ല, ഞാൻ ഇനി കാണത്തില്ല. ഹല്ലേലൂയ. അതിനെ മുക്കിക്കളയുന്ന യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. കൊച്ചുപാടി വസിരിക്കുന്ന ആന്റി സ്വീകരിച്ചോ? ഹല്ലേലൂയ. ചില സൈന്യങ്ങളെ നീ ഇനി കാണത്തില്ല. ഇന്ന് കണ്ടതിനെ ഒന്നും ഇനി നീ കാണത്തില്ലെന്നേ. നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാ യഹോവ ഇറങ്ങുന്നു, യഹോവ ഇറങ്ങുന്നു. യേശുവിന്റെ നാമത്തിൽ യഹോവ ആർക്കൊക്കെയോ വേണ്ടി യുദ്ധം ചെയ്യുവാൻ ഇറങ്ങുന്നു.
സ്വീകരിച്ചു. ആന്റി ഭയങ്കര സാന്നിധ്യം തുറക്കുന്നു യേശുവിന്റെ നാമത്തിൽ. നിങ്ങൾ ഇന്ന് കണ്ടതൊന്നും, ഇന്നലെ വരെ നീ കണ്ട കഷ്ടതകൾ നീ ഇനി കാണത്തില്ല. ഇന്നലെ വരെ കണ്ട രോഗങ്ങൾ നീ കാണത്തില്ല. ഇന്നലെ വരെ കണ്ട സാമ്പത്തിക പ്രതിസന്ധി ഇനി നീ അനുഭവിക്കത്തില്ല. ഇന്നലെ വരെ നീ കടന്നുപോയ കടബാധ്യത ഇനി നിന്റെ തലയിൽ വരത്തില്ല. അത് നിന്നെ മുക്കിക്കളയത്തില്ല. ഒരു ശത്രുവ് നിന്നെ കടക്കണിക്കകത്ത് മുക്കിക്കളയത്തില്ല. ആ തലമുറയുടെ വിഷയത്തിനകത്ത് നീ ഭാരപ്പെടത്തില്ല. നീ ഭയപ്പെടുന്ന മേഖലകളിൽ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ യഹോവ ഇറങ്ങുന്നു. യേശുവിന്റെ നാമത്തിൽ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ യഹോവ ഇറങ്ങുന്നു. ഓ ഞാൻ കാണുന്നു, ഞാൻ കാണുന്നു, ഞാൻ കാണുന്നു. ഞാൻ ആത്മാവിൽ അത് കാണുകയാ. ചിലരുടെയൊക്കെ വിഷയത്തിനകത്ത് യഹോവ ഈ രാത്രി ഇറങ്ങുന്നു. രാജി ആന്റി സ്വീകരിച്ചോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ടൈപ്പ് ചെയ്ത വിഷയത്തിനകത്ത് ഹല്ലേലൂയ യഹോവ ഇറങ്ങുന്നു യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ സോനു ദിവാകരൻ പ്രാർത്ഥിച്ചോ? യഹോവ ചില മേഖലകളിൽ ഇറങ്ങുകയാ. യഹോവ ചില മേഖലകളിൽ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങുന്നു യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ യഹോവ ഇറങ്ങുന്നു. നീ മൗനമായി ഇരുന്ന് പ്രാർത്ഥിക്കുക. നീ മൗനമായി ഇരുന്ന് നിലവിളിക്കുക. നീ മൗനമായി ദൈവസന്നിധിയിൽ മുട്ടുകുത്തിക്കോ. യഹോവ നിനക്ക് വേണ്ടി ഇറങ്ങുകയാ. നിനക്ക് ചെയ്യാൻ പറ്റാത്ത മേഖലകളിൽ, നിനക്ക് യുദ്ധം ചെയ്യാൻ പറ്റാത്ത മേഖലകളിൽ നീ യുദ്ധ സന്നദ്ധനായി നിൽക്കുന്ന ശത്രുവിന്റെ മുന്നിൽ നിനക്ക് ഒരുപക്ഷെ ബലം കാണത്തില്ല, നിനക്ക് ധൈര്യം കാണത്തില്ല. നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന യഹോവയുടെ സാന്നിധ്യം. ലിബിയ വർഗീസ് സ്വീകരിച്ചോ? യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഓ ഹല്ലേലൂയ. ദൈവശക്തി തൊടുന്നല്ലോ, ദൈവ സാന്നിധ്യം യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ ഇറങ്ങും. പറഞ്ഞേ, വായി തുറന്ന്, യഹോവ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യും. യഹോവ എൻ്റെ തലമുറയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യും. യഹോവ എൻ്റെ ഭാവിക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ആമേൻ, ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ചാട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാ. ഫെബ്രുവരി മാസം 1-ാം തീയതി. ഹല്ലേലൂയ. ഈ മാസത്തിന്റെ പ്രാരംഭ ദിവസങ്ങൾ. ഹല്ലേലൂയ. ഈ 2-ാം തീയതി രാത്രി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശകരമന ഹസ്തരാധന. ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന കർത്താവിൻ്റെ കരം യേശുവിൻ്റെ നാമത്തിൽ ചില കുടുംബങ്ങൾക്ക് മുകളിൽ ഉയർന്നു വരട്ടെ. ചില കുടുംബങ്ങൾക്ക് മുകളിൽ ഉയർന്നു വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ചില കുടുംബങ്ങളുടെ മുകളിൽ ഹല്ലേലൂയ ആ ദൈവത്തിൻ്റെ കരമിറങ്ങട്ടെ. യഹോവയുടെ കരമിറങ്ങട്ടെ. യഹോവയുടെ കരമിറങ്ങട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരെനിക്ക് വേണ്ടി ഹല്ലേലൂയ സഹായിക്കൂ? ആരെനിക്ക് വേണ്ടി വഴി തുറന്നു തരൂ? ആരെനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ചോദിക്കുന്ന ചില വിഷയങ്ങളില്ലേ? ഈ വിഷയത്തിനകത്ത് ഞാൻ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ചോദിക്കുന്ന വിഷയങ്ങളില്ലേ? സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവജനത്തോട് പറയുന്നു, പ്രാർത്ഥിക്കുന്ന ദൈവജനത്തോട് കൈമാറുന്നു. നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ യഹോവ ഇറങ്ങി വരൂ. നീ വീടിനകത്ത് ഒറ്റപ്പെട്ടു പോയോ? നീ വീടിനകത്ത് തകർന്നു പോയോ? നീ വീടിനകത്ത് നിരാശയിലാണോ? നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ യഹോവ ഇറങ്ങും. നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ യഹോവ ഇറങ്ങും. ഓ ഇന്ന് ഇതിനകത്ത് കയറിയിരിക്കുന്ന ഹല്ലേലൂയ പ്രാരംഭത്തിൽ മുതൽ കയറി എല്ലാ കുടുംബത്തിനകത്തും യഹോവയുടെ കരം വെളിപ്പെടുകയാ. നിങ്ങളുടെ വിഷയത്തിനകത്ത് യുദ്ധം ചെയ്യുവാൻ കർത്താവേ ഞാൻ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവരുടെ എല്ലാ വിഷയങ്ങൾക്കകത്തും യഹോവ ഇറങ്ങട്ടെ. ഈ ആഴ്ച ഇവർ കടന്നു പോകുന്ന ഇവരുടെ എല്ലാ പ്രാർത്ഥനാ വിഷയത്തിനകത്ത്, ഇവരുടെ എല്ലാ ആവശ്യങ്ങൾക്കകത്തും ഓ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. യഹോവ ഇറങ്ങി ഇവർക്ക് വേണ്ടി വഴികൾ തുറക്കട്ടെ. ഇവർ കടന്നു പോകുന്ന മേഖലകൾ ഇവർക്ക് മുന്നമേ ദൂതൻ ചെല്ലട്ടെ. ഇവർ കടന്നു പോകുന്ന പ്രശ്നത്തിനകത്ത് ഇവർക്ക് മുന്നമേ ഹല്ലേലൂയ, ഹല്ലേലൂയ ദൂതൻ പോയി ദുർഘടങ്ങൾ നിരപ്പാക്കട്ടെ. ഇവർ കടന്നു പോകുന്ന ഹല്ലേലൂയ ഏതു മേഖലകൾക്കും മുന്നിൽ ദൂതൻ ഇറങ്ങി ഇവരുടെ മേൽ ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രവൃത്തി അയക്കട്ടെ. ഞാൻ ഈ കുടുംബങ്ങളിൽ കർത്താവേ അങ്ങനെയുള്ള വിടുതലുകളെ അയച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ അത്ഭുതം ചെയ്യണമേ. ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാരംഭം മുതൽ ജോയിൻ ചെയ്ത പ്രിയപ്പെട്ടവരുണ്ട്, അവരെ ഞാൻ ബ്ലസ് ചെയ്യുന്നു. കർത്താവെ വരുന്ന ആഴ്ചയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തും. കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ ദൈവം അവസരം തരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. വിടുതലയച്ചാട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കരമുയർത്തി ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും.
ആമേൻ. ആരും യുദ്ധം ചെയ്യാനില്ലല്ലോ, ആരും എനിക്ക് സഹായിക്കാനില്ലല്ലോ, ആരും എനിക്ക് വേണ്ടി പ്രവർത്തിക്കാനില്ലല്ലോ എന്ന് ഓർത്തൊന്നും നിങ്ങൾ ഭാരപ്പെടണ്ട. നിങ്ങൾ ഉറച്ചു നിൽക്കുക, നിങ്ങൾ ധൈര്യമായി നിൽക്കുക. നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ഹല്ലേലൂയ യുദ്ധം ചെയ്യും. ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുവാൻ യഹോവയ്ക്ക് കഴിയും.